ഏതൊക്കെ തരത്തിലാണ് പ്രകൃതി ശക്തി എന്താണെന്നാണ് ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമുക്കറിയാം, അതായത് നമ്മൾ പറയുന്നു, അതായത് ഞാൻ മനസ്സിൽ ആലോചിച്ചു, അല്ലെങ്കിൽ മനസ്സ് വേദനിച്ചു. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന മനസ്സ് എന്ന് പറയുന്നത് അത് നമ്മളുടെ കഴിവിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തമല്ല, അതൊരു പ്രകൃതിയിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. പ്രകൃതി ശക്തിയുടെ ഭാഗമാണ് ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം. ഇതെല്ലാം ഭഗവാന്റെ അപാര പ്രകൃതി അല്ലെങ്കിൽ അധമ പ്രകൃതി ആകുന്നു. ഇനി ഭഗവാനെ, അതായത് ഇതിൽ നിന്നും ഉത്കൃഷ്ടമായിട്ടൊരു പ്രകൃതിയുണ്ട്. അതായത് ഇതിൽ നിന്നും ഭഗവാൻ പറയുന്നതിൽ നിന്നും അവ്യയമായ ഉത്കൃഷ്ടമായിട്ടൊരു പ്രകൃതിയുണ്ട്. അതാണ് ഭഗവാന്റെ ഉത്കൃഷ്ട പ്രകൃതി. അപ്പൊ ഉത്കൃഷ്ട പ്രകൃതിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്കൃഷ്ട പ്രകൃതിയിൽ ഭഗവാന്റെ സൃഷ്ടികളെല്ലാം നടക്കുന്നത് ഉത്കൃഷ്ട പ്രകൃതിയിലാണ്. അപ്പോൾ രാധാറാണിയുടെ ശക്തി ഒന്നാലോചിച്ച് നോക്കൂ. അതായത് ഈ പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന അതായത് അപാര പ്രകൃതിയും സൃഷ്ടികളെല്ലാം നടക്കുന്ന ഉത്കൃഷ്ട പ്രകൃതിയും. എന്നിട്ട്